വെൽക്കം ബാക്ക് ടു കറീസ് ആൻഡ് സ്റ്റോറീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇരുമ്പ് ചട്ടി എങ്ങനെയാണ് സീസൺ ചെയ്യുന്നത്, അതായത് ഹൗ ടു സീസൺ ആൻഡ് അയൺ സ്കില്ലറ്റ്, അതാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഇരുമ്പ് ചട്ടി യൂസ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ഭക്ഷണം നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഇരുമ്പാംശം നമ്മുടെ ശരീരത്തിൽ ചെല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുമ്പ് ചട്ടിയിൽ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് പല രീതിയിൽ നമുക്കിതിനെ സീസൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മെത്തേഡ്സ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഇരുമ്പ് ചട്ടി എനിക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എൻ്റെ നെയ്ബറാണ് ജ്യോത്സ്നി ആയിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഇരുമ്പ് ചട്ടി സ്വന്തമായിട്ട് വാങ്ങിയത്. അപ്പോൾ ഇരുമ്പ് ചട്ടി വാങ്ങിക്കാൻ പോകുമ്പോൾ തന്നെ നമുക്കറിയാം, കടക്കാർ പറയും നിങ്ങളിത് എണ്ണ വെച്ചിട്ട് സീസൺ ചെയ്തെടുക്കണം, അതായത് തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇരുമ്പ് ചട്ടി സീസൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ലോവർ സ്മോക്കിംഗ് പോയിന്റിലെ എണ്ണ വേണം. ലോവർ സ്മോക്കിംഗ് പോയിന്റ് എന്ന് ഉദ്ദേശിച്ചത് അൺറിഫൈൻഡ് ആയിട്ടുള്ളതും അതുപോലെ വെർജിൻ ആയിട്ടുള്ള എണ്ണകളെയാണ് നമ്മൾ ആ ഒരു വിഭാഗത്തിൽ പെടുത്തുന്നത്. 5 തരം എണ്ണ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഇതിൽ ഏതെങ്കിലും എണ്ണ നിങ്ങൾക്ക് ലഭ്യമാവുന്നുണ്ടെങ്കിൽ ആ എണ്ണ വെച്ചിട്ട് വേണം നമ്മൾ കാസ്റ്റ് അയൺ സ്കില്ലറ്റ് അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടി സീസൺ ചെയ്തെടുക്കാനായിട്ട്. ആദ്യത്തെ എണ്ണ ഫ്ലാക്സ് സീഡ് ഓയിൽ, അതായത് നമുക്കറിയാം ചണവിത്ത് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നത്. 225 ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 107 ആണ് അതിൻ്റെ സ്മോക്കിംഗ് പോയിന്റ്. രണ്ടാമത്തേത് സെസമേ ഓയിൽ, എള്ളെണ്ണയാണത്. എള്ളെണ്ണയുടെ സ്മോക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 350 ഫാരൻഹീറ്റ് അഥവാ 177 ഡിഗ്രി സെൽഷ്യസ്. മൂന്നാമത്തേത് നമുക്കറിയാം വെജിറ്റബിൾ ഷോർട്ടനിങ് ആണ്. 360 ഫാരൻഹീറ്റ് ആണ് അതിൻ്റെ സ്മോക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 182 ഡിഗ്രി സെൽഷ്യസ്. എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ, അതായത് വെളിച്ചെണ്ണ, അതായത് റിഫൈൻഡ് അല്ലാത്ത വെളിച്ചെണ്ണ, എക്സ്ട്രാ വെർജിൻ ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിൻ്റെ സ്മോക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 375 ഫാരൻഹീറ്റ് അതായത് 191 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ തന്നെ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലും സെയിം തന്നെയാണ്. 375 ഫാരൻഹീറ്റ് അതായത് 191 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ സ്മോക്കിംഗ് പോയിന്റ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും എണ്ണ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കാസ്റ്റ് അയൺ സ്കില്ലറ്റ് സീസൺ ചെയ്തെടുക്കാവുന്നതാണ്. ബട്ടറിനും അതുപോലെ തന്നെ ലാർജിനും ലോവർ സ്മോക്കിംഗ് പോയിന്റ് ആണ് ഉള്ളത്. പക്ഷെ നമ്മൾ അത് രണ്ടും യൂസ് ചെയ്യുന്നില്ല. ഒന്ന് ഡയറി പ്രൊഡക്റ്റ് ആണ്, രണ്ടാമത്തേത് ആനിമൽ പ്രൊഡക്റ്റ് ആണ്. ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പകരം നമ്മളിവിടെ ലിസ്റ്റ് ചെയ്ത 5 എണ്ണമാണ് ഉപയോഗിക്കുന്നത്. ഇരുമ്പ് ചട്ടി സീസൺ ചെയ്തെടുക്കാനായിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്യാം. നമുക്ക് അവൻ ഉണ്ടെങ്കിൽ അവനിൽ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിന് നമുക്ക് വേണം 350 ഫാരൻഹീറ്റിൽ നമുക്കൊരു 2 മണിക്കൂറെങ്കിലും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അപ്പോൾ 350 ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 177 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവനില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് അടുപ്പ്, അതായത് വിറകടുപ്പോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പുകയില്ലാത്ത അടുപ്പ് നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ ആ അടുപ്പിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വിറകെല്ലാം കഴിഞ്ഞ് അവസാനം നമുക്കറിയാം കനലൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ആ അടുപ്പിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഇരുമ്പ് ചട്ടി വെച്ചിട്ട് നമുക്കതിനെ 2 സൈഡും ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ വെച്ചിട്ട് അതിനെ ഇതുപോലെ ചെറു ചൂടിൽ നമുക്കതിനെ സീസൺ ചെയ്തെടുക്കാം. മൂന്നാമത്തേത് നമ്മുടെ ഗ്യാസ് ബേർണറിനകത്ത് നമുക്കൊരു 30 മിനിറ്റ് ആദ്യം നമ്മളൊന്ന് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. അതൊന്ന് ഓഫ് ചെയ്ത ശേഷം വീണ്ടും ഒരു 30 മിനിറ്റ് വീണ്ടും ലോ ഫ്ലെയിമിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമുക്കതിൻ്റെ ചൂടൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നല്ലപോലെ സീസൺ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും നല്ലത് ബേക്കിംഗ് മെത്തഡാണ്, കാരണം ചൂട് എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്തിച്ചെല്ലുന്നതുകൊണ്ടാണ്. ഞാനിപ്പോൾ വെജിറ്റബിൾ ഷോർട്ടനിങ് ഉപയോഗിച്ചിട്ടാണ് ഈ കാസ്റ്റ് അയൺ സ്കില്ലറ്റിന് ഗ്രീസ് ചെയ്യാൻ പോകുന്നത്. വെജിറ്റബിൾ ഷോർട്ടനിങ് യൂസ് ചെയ്യാനുള്ള കാരണം ലോവർ സ്മോക്കിംഗ് പോയിന്റ് ആയതുകൊണ്ടാണ് ഞാൻ അതിനെ ചൂസ് ചെയ്തേക്കുന്നത്. പാത്രത്തിൻ്റെ അകഭാഗം, പുറം ഭാഗം, പിന്നെ അതുപോലെ കൈ പിടിക്കുന്ന ഭാഗം നമ്മൾ നല്ലപോലെ ഈ ഒരു നാപ്കിൻ അല്ലെങ്കിൽ നമുക്കൊരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് എല്ലാ ഭാഗവും തടവി കൊടുക്കണം. നമ്മൾ ഗ്രീസ് ചെയ്ത കാസ്റ്റ് അയൺ സ്കില്ലറ്റ്സ് കമഴ്ത്തി നമുക്കിതുപോലെ ഒരു ട്രേക്കകത്താക്കി വെക്കാമെന്നാണ്. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് എടുത്ത് വെക്കാം. കാസ്റ്റ് അയൺ സ്കില്ലറ്റ്സ് 2 ട്രേയിലാക്കിയിട്ട് മിഡിൽ റാക്കിലാണ് ഞാൻ പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നത്. ബേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളത് ചൂടാറിയ ശേഷം വേണം അത് പുറത്തേക്ക് എടുക്കാനായിട്ട്. ഞാനൊരു 1 മണിക്കൂർ, അതായത് 2 മണിക്കൂർ ബേക്ക് ചെയ്ത് 1 മണിക്കൂർ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത ശേഷമാണ് ഞാനത് പുറത്തേക്ക് എടുത്തത്. നമുക്കറിയാം, ഞാനൊരു ട്രേ വെച്ചു, നിങ്ങൾ കണ്ടായിരുന്ന ഒരു ട്രേക്കകത്താണ് ഞാൻ ഈ അയൺ സ്കില്ലറ്റ്സ് വെച്ചത്. കാരണം ഇതിനകത്തുള്ള വെജിറ്റബിൾ ഷോർട്ടനിങ് ഒക്കെ ഡ്രിപ്പ് ചെയ്ത് വീണേക്കുന്നത് ഈ ഒരു ട്രേക്കകത്താണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രേ വെക്കേണ്ടി വരുന്നത് ബേക്ക് ചെയ്യുമ്പോൾ മാത്രമാണ്. അടുപ്പത്ത് വെക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് ബേർണറിൽ വെക്കുമ്പോഴും ട്രേയുടെ ആവശ്യം വരുന്നില്ല. ഞാനിപ്പോൾ ഇത് കാച്ചാൻ വേണ്ടി എടുത്ത കാസ്റ്റ് അയൺ സ്കില്ലറ്റാണ്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഇതിനകത്തുള്ള ഐറ്റംസ് ട്രാൻസ്ഫർ ചെയ്യണം. പക്ഷേ നമുക്ക് ഈ പാത്രം കഴുകേണ്ടതായിട്ട് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള ഡിഷ് വാഷറാണ് യൂസ് ചെയ്യുന്നത്. ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ടൊന്ന് കഴുകി കൊടുക്കാം. ഒരു പേപ്പർ ടവൽ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് തുടച്ച് കൊടുക്കാം.
തുടച്ച് വൃത്തിയാക്കിയ ശേഷം അല്പം വെജിറ്റബിൾ ഷോർട്ടനിങ് യൂസ് ചെയ്ത് നമുക്ക് ഗ്രീസ് ചെയ്യാം. നാട്ടിൽ സുലഭമായി കിട്ടുന്ന എള്ളെണ്ണ ഉപയോഗിച്ച് നമുക്കിത് സീസൺ ചെയ്യാവുന്നതാണ്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് എണ്ണ ഊറി വരുമ്പോൾ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. ഫ്ലെയിം വെക്കേണ്ടത് ഏറ്റവും ലോ ആണ് കൊടുക്കേണ്ടത്. ഞാൻ ഈ സീസൺ ചെയ്തത് ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ 30 മിനിറ്റ് 2 വട്ടമായിട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. ഓൾറെഡി എണ്ണ വെച്ച് ഉപയോഗിച്ച ഒരു കാസ്റ്റ് അയൺ സ്കില്ലറ്റ് എങ്ങനെ സീസൺ ചെയ്യണമെന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ എണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, വറുക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. ഞാനിപ്പോൾ ഓരോ കാസ്റ്റ് അയണും ഓരോ പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഈ എണ്ണ മാറ്റി വെച്ചിട്ടുണ്ട് കളയാൻ വേണ്ടിയിട്ട്. നമുക്കിതിൻ്റെ അകഭാഗം, പുറം ഭാഗം, നമ്മൾ കൈ പിടിക്കുന്ന ഭാഗം ഒരു പേപ്പർ ടവൽ ഉണ്ടെങ്കിൽ പേപ്പർ ടവൽ, അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്ത് ഉണ്ടെങ്കിൽ ആ ഒരു തുണി വെച്ചിട്ട് എല്ലാ ഭാഗവും നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്കിത് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഓയിൽ സീസണിൻ്റെയും ബേക്കിങ്ങിൻ്റെയും ഞാൻ ഡിഫറൻസ് കാണിച്ചു തരാം. ഇത് ഓയിൽ വെച്ച് സീസൺ ചെയ്തതാണ്. ഇത് റെഗുലർലി യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എണ്ണ വെച്ച് പരട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എണ്ണയുടെ പാട് നമുക്ക് ശരിക്കും കാണാവുന്നതാണ്. ഇത് ഞാൻ ബേക്ക് ചെയ്തെടുത്തതാണ്. ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്കറിയാം ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ, കാരണം ഓൾമോസ്റ്റ് 2 hours പ്ലസ് ഒരു മണിക്കൂർ ഞാൻ ആ അവനിൽ തന്നെ വെച്ച് റെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അത് നല്ലപോലെ ഫിനിഷിങ് കിട്ടി. ഇരുമ്പ് ചട്ടി ഇതുപോലെ നമ്മൾ സീസൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കറിയാം തുരുമ്പെടുക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, ഇതുപോലെ നിങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ സീസണൊക്കെ ചെയ്ത് വെക്കുന്ന ഇരുമ്പ് ചട്ടിയിൽ എന്തുണ്ടാക്കിയാലും ഒരിക്കലും അത് ഒട്ടിപ്പിടിക്കില്ല. ഞാൻ ഈ അടുത്ത് എമിലി ഇൻ പാരീസ് എന്നൊരു സീരീസ് കാണാനിട വന്നു. അതിനകത്ത് എമിലിയുടെ ബോയ്ഫ്രണ്ട് ഒരു ഷെഫായിരുന്നു. അപ്പോൾ എമിലിയുടെ ബോയ്ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുടെ അപ്പാർട്ട്മെൻറ്റിൽ ചെല്ലുമ്പോൾ ഇതുപോലെ കിച്ചൺ സിങ്കിൽ ഒരു അയൺ സ്കില്ലറ്റ് കിടപ്പുണ്ടാവും. അപ്പോൾ ആൾ അത് വാഷ് ചെയ്യാനായിട്ട് ഓഫർ ചെയ്യും. അപ്പോൾ ഈ ബോയ്ഫ്രണ്ട് വരെ അത് വാഷ് ചെയ്യണം, കാരണം അയൺ സ്കില്ലറ്റ് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നായതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്കിവിടെ പറഞ്ഞ ഈ ടിപ്സൊക്കെ ഉപകാരപ്പെടും. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് അഗെയിൻ. ബൈ.